സോ രണ്ട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഒന്ന് സിറ്റുവേഷൻ ഇറ്റ്സെൽഫ്, രണ്ടാമത്തത് അയാൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത്. ഇത് രണ്ടും അയാൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ സ്ട്രെസ്സിന്റെ ലെവല്, അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആണോ ആ ഇവന്റ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അയാളുടെ പേഴ്സ് ഒരു പക്ഷെ വീണുപോയത് പോലും ആണെങ്കിലും അയാൾ ആദ്യം ഏത് രീതിയിലാണ് ചിന്തിക്കുക? ആരോ പോക്കറ്റ് അടിച്ചു എന്നുള്ള രീതിയിലേക്ക്. അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കളക്ട് ചെയ്തിരിക്കുന്ന മെന്റൽ മോഡൽ അതിനെ പൂർണ്ണമായിട്ടും ആ ഇവന്റ് എന്തോ ആയിക്കോട്ടെ, ഇവന്റിനെ പെർസീവ് ചെയ്യുന്ന, നമ്മൾ കാണുന്ന രീതിയെ പൂർണ്ണമായിട്ട് സ്വാധീനിക്കും. സോ ബോഡിയിലെ സ്ട്രെസ് എഫക്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ചില ഹോർമോണുകൾ വഴിയാണ്. രണ്ടാമത്തെ ഒരു പാറ്റേൺ കൂടി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കാര്യങ്ങളിലേക്ക്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ബുക്ക് റീഡിങ്, വായനയുടെ ഒരു കാര്യം പറഞ്ഞു. അതേ സമയത്ത് ചില മോശം കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാലോ. സ്ട്രെസ്സിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അതിനെ അല്പം മലയാളീകരിച്ചപ്പോൾ സമ്മർദ്ദമായി. സമ്മർദ്ദം എന്ന് പറയുന്നത് പൊതുവെ എല്ലാവരും അമിത സമ്മർദ്ദം ഉദ്ദേശിക്കുന്നത് രക്തസമ്മർദ്ദത്തെ കുറിച്ചാണ്. പക്ഷെ ഇന്ന് ഞാൻ സംസാരിക്കുന്ന സമ്മർദ്ദം രക്തമല്ല, നമ്മുടെ ബ്രെയിനിൽ പലപ്പോഴായിട്ട് അനുഭവപ്പെടുന്ന ഒരു സമ്മർദ്ദമുണ്ട്. അത് ഇന്നത്തെ കാലത്ത് വളരെ കൂടുതലാണ്. ആക്ച്വൽ ടോപ്പിക്ക് ഞാൻ സൂചിപ്പിച്ച പോലെ വളരെ വലിയ ടോപ്പിക്കാണ്. അതുപോലെ തന്നെ അതിന്റെ ഇമ്പാക്റ്റും നമ്മുടെ മാനസികവും ശാരീരികവുമായ എല്ലാ നിലകളിലും വളരെ കൂടുതലാണ്. ഈ ഒരു സ്ട്രെസ്സിനെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് സ്ട്രെസ്, അല്ലെങ്കിൽ സ്ട്രെസ് ഒക്കെ മോശമാണോ? ആരോഗ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ സ്ട്രെസ് ഒക്കെ മോശമാണോ? തീർച്ചയായിട്ടും അല്ല. അതിൽ രണ്ട് രീതിയിലാണ് സ്ട്രെസ് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. ഒന്ന് പോസിറ്റീവ് ആയിട്ടുള്ള സ്ട്രെസ്, അല്ലെങ്കിൽ യു സ്ട്രെസ് എന്ന് പറയും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്ട്രെസ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാവില്ലായിരുന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിട്ട് ഓരോ മാറ്ററിലും ഇൻവോൾവ് ആവുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് ഉള്ളതുകൊണ്ടാണ്. ഒരു കാര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വന്നോ എന്ന് മാത്രമുള്ള ഒരു അപ്രോച്ചില് സ്കൂൾ കുട്ടികളെടുത്ത് എല്ലാവരും ഒന്ന് പെരുമാറാൻ, ടീച്ചർമാരൊക്കെ ഒന്ന് പെരുമാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടി ക്ലാസ്സിൽ വരുവോ ഇല്ലയോ, വന്നാൽ തന്നെ പുസ്തകം നോക്കുവോ, അവിടെയും ഒരു പോസിറ്റീവ് സ്ട്രെസ്സിന്റെ എഫക്റ്റ് ഉണ്ട്, അഥവാ യു സ്ട്രെസ്. അതുപോലെ തന്നെ പെർഫോമൻസ് നന്നാവാൻ ഉള്ള കാരണം എന്താ? ഇപ്പോ ഒരു സ്പോർട്സ് ഇവന്റ് വരുന്നു, അല്ലെങ്കിൽ ഈവൻ ഒരു നാടകം തുടങ്ങാൻ പോവാണ്. അപ്പൊ ഈ നാടകത്തിന്റെ പാർട്ടിസിപ്പൻസ് എല്ലാവരും ഒരു പോസിറ്റീവ് അപ്രോച്ചിൽ അതിനെ കാണുക, എന്നിട്ട് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. ഇതൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ആ സമയത്തുള്ള സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ കുറച്ചായിട്ട് സ്ട്രെസ് എടുക്കുന്നുണ്ട്. എക്സാമിനേഷൻ സ്ട്രെസ് കുട്ടികൾക്ക് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കൊടുക്കുന്ന ഒരു സമയമാണ്, അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ ആക്ടിവിറ്റീസ് കുറച്ചുകൂടി ഫാസ്റ്റ് ആവും. ഇതൊക്കെ യു സ്ട്രെസ് അല്ലെങ്കിൽ പോസിറ്റീവ് സ്ട്രെസ് ആയിട്ട് പറയാം. ഇതിന്റെ ഒന്നിച്ച് തന്നെ ഒരു കാര്യം കൂടി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രെസ് ഇല്ലെങ്കിൽ എവല്യൂഷൻ ഇല്ല. അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് പുതിയൊരാളിലേക്ക്, അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ, നമുക്ക് ഉള്ളിലും പുറത്തുമുള്ള മാറ്റങ്ങളൊക്കെ യു സ്ട്രെസ്സിന്റെ ഭാഗമാണ്, നല്ല പോസിറ്റീവ് സ്ട്രെസ്സിന്റെ ഭാഗമാണ്. ഓക്കെ. സോ മറ്റൊരു കാര്യം ഉള്ളതാണ് നെഗറ്റീവ് സ്ട്രെസ്, അല്ലെങ്കിൽ ഡിസ്ട്രെസ് എന്ന് പറയാം. നമ്മൾ ഡിസ്ട്രെസ് സിഗ്നലൊക്കെ കൊടുക്കാറുണ്ട് എയർക്രാഫ്റ്റുകളിലും അല്ലെങ്കിൽ കപ്പലുകളിലും ഒക്കെ ഡിസ്ട്രെസ് സിഗ്നൽ കൊടുക്കാറുണ്ട്. ഈവൻ നമ്മുടെ എമർജൻസിയിലും ഒരു ഡിസ്ട്രെസ് സിഗ്നൽ വഴിയാണ് മൊബൈലൊക്കെ എമർജൻസിയിൽ അമർത്തിപ്പോയി കഴിഞ്ഞാൽ വരുന്നത്. പല സൈറണുകളും ഡിസ്ട്രെസ് റിലേറ്റഡ് ആണ്. ഈ ഡിസ്ട്രെസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻ ആണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നമ്മുടെ ബോഡിക്കുള്ളിൽ അങ്ങനെ ഒരു ഡിസ്ട്രെസ് സിഗ്നൽ വരുന്ന സമയത്ത് പലപ്പോഴും അവിടെ നമ്മുടെ മോട്ടിവേഷൻ, നമുക്കത് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഇല്ലാണ്ടാവും, അല്ലെങ്കിൽ ഫേസ് ചെയ്യണം എന്നുള്ള. അതുപോലെ തന്നെ ഫിസിക്കലി, മെന്റലി, ബിഹേവിയറൽ ആയിട്ടുള്ള പല രീതിയിലുള്ള ചേഞ്ചസ് നമ്മുടെ ഉള്ളിൽ കാണും, ഒപ്പം തന്നെ പുറത്തും കാണും. ബിഹേവിയറൽ ചേഞ്ചസ് പുറത്തും കാണും. മറ്റുള്ളവർ അത് നോട്ടീസ് ചെയ്യാൻ തുടങ്ങും, ഇവൻ എന്താ ഇങ്ങനെ മൂഡിയായിട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ. സോ മൊത്തത്തിൽ നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ് നമ്മുടെ എഫക്റ്റീവ്നെസ് കുറയും. ഓക്കെ. സോ സ്ട്രെസ് എന്താണ് ശരിക്കും? സ്ട്രെസ് ഒരു ഫിസിക്കൽ, മെന്റൽ ആൻഡ് ഇമോഷണൽ റിയാക്ഷൻ ആണ്. സ്ട്രെസ് ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്, അത് വർക്ക് ചെയ്യുന്നത് നമ്മളിലൂടെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കലായിട്ടും അല്ലെങ്കിൽ മാനസികമായിട്ടും ഇമോഷണൽ
ആയിട്ടും ഒക്കെയുള്ള ഒരു റിയാക്ഷൻ ആണ് എന്തെങ്കിലും ഒരു സിറ്റുവേഷനോട് കൂടിയിട്ട്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു, ആ ചാലഞ്ചിനെ നമ്മൾ എങ്ങനെ എൻകൗണ്ടർ ചെയ്യുന്നു, ഇത് രണ്ടും കണക്കാക്കുന്ന ഒരു രീതിയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും വ്യത്യാസമാവില്ലേ? തീർച്ചയായിട്ടും വ്യത്യാസമാവണല്ലോ. അപ്പോ ചില ആൾക്കാർക്ക് ഇത് ഓക്കെ ആണ്, ഞാൻ ഹാൻഡിൽ ചെയ്യും എന്ന് തോന്നുന്ന സിറ്റുവേഷൻ ചില ആൾക്കാർക്ക് അത് നല്ലതായിരിക്കില്ല. ജസ്റ്റ് ഇത്രയും ചിന്തിച്ചാൽ മതി. ഒട്ടും നെഗറ്റീവായിട്ട് പെരുമാറാത്ത ആൾക്കാര്, അല്ലെങ്കിൽ വേണ്ട ഒട്ടും കള്ളു കുടിക്കാത്ത ഒരാള്, അയാളെ പിടിച്ച് ബാറിൽ കൊണ്ടുപോയി ഇട്ടുക. ഇതുവരെ അയാൾ ബാറിൽ പോയിട്ടേ ഇല്ല, അതുപോലെ തന്നെ കള്ളു കുടിക്കുന്ന ആളെ കണ്ടിട്ടുമില്ല. അയാൾക്ക് ആ ഒരു സിറ്റുവേഷൻ പോലും സ്ട്രെസ് ആയിരിക്കാം. ജസ്റ്റ് റിവേഴ്സ് എടുത്തോ, ഒരിക്കലും ബാഡ്മിന്റൺ കോർട്ടിൽ പോവാത്ത ഒരാള് അയാളെ ഒരു വലിയ ബാഡ്മിന്റൺ കോർട്ട് അല്ലെങ്കിൽ ഇൻഡോർ സ്റ്റേഡിയത്തിനകത്തേക്ക് വിട്ടു കഴിഞ്ഞാല് അയാൾക്ക് ആ സ്പോർട്സ് ഏരിയ പോലും, അരീന പോലും ചിലപ്പോൾ സ്ട്രെസ് ഉണ്ടാക്കുന്നതായിരിക്കും. കാരണം അയാൾക്ക് അവിടെ എത്തിയിട്ട് എന്ത് വേണമെന്ന് അറിയില്ല, മറ്റുള്ളവരുമായിട്ട് എന്ത് സംസാരിക്കണം എന്നറിയില്ല. ഒരാൾക്ക് സ്ട്രെസ് ഉള്ള സിറ്റുവേഷൻ മറ്റൊരാൾക്ക് ഒരു പക്ഷെ ഒരു പ്രശ്നമില്ലാത്തതായിരിക്കാം, ഈവൻ ചിലപ്പോൾ സന്തോഷം ഉണ്ടാക്കുന്നതായിരിക്കാം, അല്ലെ? അത് കൊണ്ട് തന്നെ ഓരോരുത്തരിലും ഈ സ്ട്രെസ് അഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി അയാൾ ചിന്തിക്കുന്ന രീതി അത് ഡിപ്പെൻഡ് ചെയ്യും. അത് ആ പെർസെപ്ഷൻ, അയാൾ എങ്ങനെ അതിനെ കാണുന്നു, സിറ്റുവേഷനെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനനുസരിച്ച് അത് മാറും. അതുപോലെ തന്നെ എങ്ങനെ അയാൾക്ക് ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിനനുസരിച്ചിട്ടും അത് മാറും. സോ രണ്ട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഒന്ന് സിറ്റുവേഷൻ ഇറ്റ്സെൽഫ്, രണ്ടാമത്തത് അയാൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത്. ഇത് രണ്ടും അയാൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ സ്ട്രെസ്സിന്റെ ലെവല്, അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആണോ ആ ഇവന്റ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. വേണമെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ ഒരു കുറച്ച് തമാശയായിട്ട് കലർത്തി പറയുകയാണെങ്കിൽ, ഒരു പ്രാവശ്യം കല്യാണം കഴിച്ച ആള് രണ്ടാമത് കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത് അയാൾക്ക് ഒട്ടും സ്ട്രെസ് ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാം. അങ്ങനെ വേണമെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, സോ സ്ട്രെസ്സിന് പല റീസൺസും ഉണ്ടാവാം. നമ്മുടെ കടോ, നമ്മുടെ മീൻസ് ഇന്ന കാരണമൊന്നുമില്ല, ഈവൻ ബില്ല് അടച്ചില്ല എന്നുള്ളത് പോലും ഒരു പക്ഷേ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവാം. ജോലിയില്ല എന്ന് പറയുന്നതും ആവാം. അതുപോലെ തന്നെ ഓഫീസിലെ ഡെഡ് ലൈൻസ് ഉണ്ട് എന്നുള്ളതും ആവാം. സോ ഒരാൾക്ക് ജോലി സ്ട്രെസ്ഫുൾ ആണെങ്കിൽ ഒരാൾക്ക് ജോലി ഇല്ലാത്തതാണ് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളത്. ഓക്കെ, എന്തൊക്കെ തരത്തിലാണ് ശരിക്കും സ്ട്രെസ് ഉള്ളത്? ഒന്ന് ഇമോഷണൽ ആയിട്ട്, ശരിക്കും വികാരപരമായിട്ടുള്ള ഒരു സ്ട്രെസ് സിറ്റുവേഷൻ ഉണ്ടാവാം. അതുപോലെ തന്നെ ചിലപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവാം. ഈ ഫിസിക്കൽ ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓവറായിട്ട് എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന സ്ട്രെസ്സും അതിൽ പെടാം. അതുപോലെ തന്നെ നോർമലി 80 കിലോ എടുക്കുന്ന ഒരാള് ഈ 80 നോർമലി ഓക്കെ ചെറിയ വെയിറ്റ് 25-30 കിലോ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ഒരാള് അയാളുടെ അടുത്ത് 80 കിലോ അറ്റ് എ ടൈം എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും അയാളൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിക്കും. അതേസമയത്ത് ഇതുവരെ ജിമ്മിൽ പോകാത്ത ഒരാളാണെങ്കിലോ അയാൾക്ക് ആ 80 കിലോ പോട്ടെ 30 കിലോ പോലും സ്ട്രെസ്ഫുൾ ആണ്. സോ അവിടെ ഫിസിക്കൽ ലെവലിലും സ്ട്രെസ് അനുഭവപ്പെടാം. മൂന്നാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നതാണ് എൻവയോൺമെന്റൽ. അത് ചിലപ്പോൾ വല്ലാത്ത ശബ്ദം കൊണ്ടുള്ളതാവാം, അതല്ലെങ്കിൽ ചൂട്, ക്ലൈമറ്റിക് സിറ്റുവേഷൻ കൊണ്ടുള്ളത്, പല രീതിയിലുള്ള. ഈവൻ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാള് ബാറിൽ ഇതുവരെ പോയിട്ടില്ല, പക്ഷെ അയാൾ ബാറിന്റെ അറ്റ്മോസ്ഫിയറിനകത്തേക്ക് പോകുമ്പോൾ തന്നെ അയാൾക്കൊരു ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എൻവയോൺമെന്റ് അയാൾക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുണ്ടാവാം. പല രീതിയിലാണ് ഈ സ്ട്രെസ് ഓരോരുത്തരിലും എഫക്ട് ചെയ്യുന്നത്. അതിനുള്ള ടൈപ്പും അതുകൊണ്ട് തന്നെ മാറ്റം വരുന്നുണ്ട്. ശരിക്കും അങ്ങനെ നോക്കുമ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് കണ്ടീഷൻ അല്ല ശരിക്കും, അല്ലെ? അങ്ങനെ ഒരു സ്ട്രെസ്, ഞാൻ എപ്പോഴും സ്ട്രെസ്ഫുൾ ആണെന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഒന്നും ഇല്ല. അതേ സമയത്ത് അതിനൊരു ട്രിഗർ ഉണ്ടാവും. ആ ട്രിഗറിനനുസരിച്ചിട്ടാണ് അവിടെ അയാൾക്ക് സ്ട്രെസ് ഡിപ്പെൻഡ് ആവുന്നത്, അല്ലെങ്കിൽ ആ മാനസിക സമ്മർദ്ദം അയാൾക്ക് ഏത് രീതിയിലാണ് കൊണ്ടുപോകുന്നത് എന്നറിയുന്നത് തീർച്ചയായിട്ടും അയാളുടെ റെഗുലർ. ഇപ്പോ ജസ്റ്റ് ഇങ്ങനെയും കൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ. എപ്പോഴും സ്ട്രെസ്, പെട്ടെന്ന് സ്ട്രെസ്ഫുൾ ആവുന്ന ഒരാള്, അല്ലെങ്കിൽ എപ്പോഴും ദേഷ്യപ്പെട്ടിട്ട് മാത്രം സംസാരിക്കുന്ന ഒരാള്, നമ്മൾ പൊതുവെ അയാളെ പറ്റി എന്താ പറയാ, ഇയാൾ അങ്ങനെയാണ്. അത് പക്ഷെ അയാളുടെ ഒരു ഹെൽത്ത് കണ്ടീഷനോ അയാളുടെ ഒരു കണ്ടീഷനോ അല്ല. അയാൾ അങ്ങനെ ആയിരുന്നില്ല. അയാൾക്ക് ട്രിഗർ കിട്ടിയാണ് അയാൾ ആ ഒരു ബിഹേവിയറൽ പാറ്റേണിലേക്ക് എത്തുന്നത്. സോ അങ്ങനെ ഒരു ബിഹേവിയറൽ പാറ്റേണിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും?
ഒബ്വിയസ്ലി സ്ട്രെസ് എന്ന് പറയുന്നത് അയാളുടെ ഹെൽത്ത് പ്രോബ്ലംസിലേക്ക് വരാം, ഹെൽത്ത് ചാലഞ്ചസിലേക്ക് വരാം. അതൊരു പക്ഷേ ഡിപ്രഷനോ ആൻസൈറ്റിയോ ഓവേർട്ട് ആയിട്ടുള്ള ബിഹേവിയറോ ഒക്കെ അതിന്റെ പാർട്ടായിട്ട് വരും. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ട്രോമാറ്റിക് സിറ്റുവേഷൻസ് ഇല്ലേ, ചിലപ്പോഴും എന്തെങ്കിലും ആരുടെയെങ്കിലും ഡെത്തോ അല്ലെങ്കിൽ അങ്ങനെ ഈവൻ ട്രെയിൻ മിസ്സാവുക. നമ്മൾ ടൂർ പോകാൻ റെഡി ആയിരിക്കുന്നതായിരുന്നു ഒരു ഗ്രൂപ്പ് മുഴുവനായിട്ട്. അതിനകത്തുനിന്ന് ഒരാൾ എറണാകുളത്ത് എത്തണം, എറണാകുളത്തുനിന്ന് എല്ലാവരും കൂടിയിട്ട് ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യുന്നത്. അതേ സമയത്ത് എറണാകുളത്തേക്കുള്ള ട്രെയിൻ മിസ്സായി. വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ആ ഒരു ട്രോമാറ്റിക് സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അയാളുടെ മനസ്സിൽ വന്നിട്ട് അതങ്ങ് പോവോ? ഇല്ല. ഡെത്ത് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, ഈവൻ എക്സാംസ് ആയിക്കോട്ടെ, ഇതൊക്കെ അയാളുടെ ഉള്ളിലും ഒരു ഫിസിക്കൽ ഇംപ്രിന്റ്, മാനസികമായിട്ട് മാത്രമല്ല ഫിസിക്കലിയും പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. സോ ഈ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഫിസിക്കൽ ഇംപ്രിന്റ് ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും അതിനെ ഇഗ്നോർ ചെയ്യുന്ന ഒരു കണ്ടീഷനിങ്, നമ്മുടെ ബിഹേവിയറിനെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ തന്നെ കണ്ടീഷൻ ചെയ്ത് കൊണ്ടുവരും. അങ്ങനെ ഒരു കണ്ടീഷനിങ് ലെവലിലേക്ക് പലപ്പോഴും ട്രോമാറ്റിക് സിറ്റുവേഷൻസ് എത്താറുണ്ട്. ഓക്കെ, സോ എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ, ഇങ്ങനെ എന്തുകൊണ്ട് ഒരാൾ ഇരിക്കുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു പക്ഷേ പൈസ ഇല്ലാഞ്ഞിട്ടായിരിക്കാം, ഒരു പക്ഷെ ജോബ് സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ല ഇതൊക്കെ ഈ ഒരു ഇരുത്തത്തിന് അതൊക്കെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചിലപ്പോൾ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് കൂടുന്നതുകൊണ്ടായിരിക്കാം. അത് അത്രയും കാലം ഫാമിലി നോക്കിക്കൊണ്ടിരുന്ന ഒരു പക്ഷേ ഏട്ടനായിരിക്കാം, ഏട്ടൻ ഗൾഫിലേക്കോ അല്ലെങ്കിൽ മറ്റൊരാവശ്യത്തിന് വേറൊരു സ്ഥലത്തേക്ക് പോയി, ഈവൻ ഏട്ടന്റെ കല്യാണം കഴിഞ്ഞു. ആ സമയത്ത് ഇതൊക്കെ സ്ട്രെസ് വരാനുള്ള പല റീസൺസിൽ പെടുന്നു. ഓക്കെ, അപ്പൊ ഈ ഇങ്ങനെയുള്ള ഒരു ഇരുത്തത്തിന് നമ്മുടെ ലൈഫിൽ എങ്ങനെയൊക്കെ റീസൺസ് വരാം എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഉദാഹരണത്തിന് ഫാമിലി ഹെൽത്ത് പ്രോബ്ലംസ് ആയിരിക്കാം, അതല്ലെങ്കിൽ പേഴ്സണൽ പ്രോബ്ലംസ് ആയിരിക്കാം, ഹെൽത്ത് ചലഞ്ചസോ അല്ലെങ്കിൽ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, വീട് മാറണം. അതുപോലെ തന്നെ ഈവൻ ചില ആൾക്കാർക്ക് വലിയ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉക്രൈനിൽ നടക്കുന്ന യുദ്ധവും അല്ലെങ്കിൽ ആ സിമിലർ ആയിട്ടുള്ള പല ഇവന്റ്സും ആയിരിക്കാം. ഈ ദേ പുട്ട് എന്ന് പറയുന്ന കട അടിച്ചു പൊളിച്ചു അവിടെ ദുബായില് എന്ന് പറഞ്ഞ സമയത്ത് ഈവൻ പലതരത്തിലുള്ള സിറ്റുവേഷൻസ് ആണ് ഇവിടെ ആൾക്കാർ കൊണ്ടു നടന്നത്. സോ പല രീതിയിലും ഇതൊക്കെ നടക്കുന്നുണ്ട്. അത് നമ്മൾ എങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് എടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് ആ കോസിന്റെ വലിപ്പവും കോസിന്റെ ഇന്റൻസിറ്റിയും ഒക്കെ മാറും. സോ സ്ട്രെസ്സർ എന്ന് പറയുന്നത് പല രീതിയിലാണ് നമ്മളെ എഫക്ട് ചെയ്യുന്നത്. ബട്ട് ഇതൊക്കെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, അതവിടെയാണ് ചോദ്യം. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സിറ്റുവേഷനെ പറ്റിയിട്ടും നമ്മൾ ചെറുപ്പം മുതലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറെ ഇമേജസ് ഉണ്ട്, അല്ലെ? ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റൂട്ട് കോസിലേക്ക് എത്തുന്നത്. നമ്മള് ആ ഒരു മെന്റൽ മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ഓരോ സിറ്റുവേഷനെ പറ്റിയിട്ടും ഓരോ ആളെ പറ്റിയിട്ടും ചില സമയത്ത്, ഇപ്പം നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യാൻ തുടങ്ങുകയാണ് ആദ്യമായിട്ട് ചെയ്യാൻ പോകുമ്പോൾ തന്നെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് തരുന്ന ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം, ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഫ്രെയിം വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു ലെൻസ് വഴി മാത്രമാണ് പിന്നെ നമ്മൾ ഓരോന്നും കാണുമ്പോൾ, ആദ്യമായിട്ട് ബസ്സിൽ കയറുന്ന ഒരാളുടെ അടുത്ത് പോക്കറ്റ് അടി കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? കൂടെ അയാളുടെ പോക്കറ്റ് ടച്ച് ചെയ്തോണ്ടിരിക്കും, അല്ലെ? അവിടെ ഉണ്ട് പേഴ്സൺ എന്ന് ഉറപ്പിക്കാൻ. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അയാളുടെ മെന്റൽ ഫ്രെയിം വർക്ക് എന്തിലേക്ക് പോയി? ആ പേഴ്സൺ എന്നുള്ളതിന്റെ കോൺഷ്യസ്നെസ് അതിലേക്ക് അയാൾ ബോധപൂർവം മാറ്റുകയാണ് ചെയ്യുന്നത്. ഇൻ കേസ് അയാളുടെ പേഴ്സൺ ഒരു പക്ഷെ വീണുപോയത് പോലും ആണെങ്കിലും അയാൾ ആദ്യം ഏത് രീതിയിലാണ് ചിന്തിക്കുക? ആരോ പോക്കറ്റ് അടിച്ചു എന്നുള്ള രീതിയിലേക്ക്. അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കളക്ട് ചെയ്തിരിക്കുന്ന മെന്റൽ മോഡൽ അതിനെ പൂർണ്ണമായിട്ടും ആ ഇവന്റ് എന്തോ ആയിക്കോട്ടെ, ഇവന്റിനെ പെർസീവ് ചെയ്യുന്ന നമ്മൾ കാണുന്ന രീതിയെ പൂർണ്ണമായിട്ട് സ്വാധീനിക്കും. അത് മിക്കവാറും നോർമൽ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഇവന്റ്സിനെയൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ചെറുപ്പം മുതലേ നമ്മൾ അതിനെ കുറച്ചായിട്ട് വളർത്തും. അങ്ങനെ ഒരു ഫ്രെയിം വർക്ക് ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ ടെൻസായിട്ട് മാത്രം കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ആൾക്കാരുടെ മക്കളും ഏതാണ്ട് അതുപോലെ ആയിരിക്കും. വളരെ കൂളായിട്ട് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്ന ആൾക്കാരുടെ മക്കള് വളരെ കൂളായിട്ട് തന്നെ വരുന്നതാണ്. ഇതിനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചൈൽഡ്ഹുഡ് മുതലുള്ള, ചെറുപ്പം മുതൽ തന്നെയുള്ള നമ്മുടെ ആ മെന്റൽ ഇമേജ്, മെന്റൽ മോഡലും ഒക്കെ അതിനനുസരിച്ച്
റെഡി ആവുന്നതാണ്. നോർമലി ആരുടെ മെന്റൽ ഇമേജസ് ആണ് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അറിയാത്ത കാര്യങ്ങളെ നമ്മളെ ഓവർ പവർ ചെയ്തിട്ട് നമുക്ക് അത് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു തരുന്ന ചില ആൾക്കാര്, അവരാണ് നമ്മുടെ ഉപദേശകർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഉപദേശകരാണ് ഒരുപക്ഷെ അത് ഈവൻ കുട്ടികളുടെ സമപ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ കുട്ടികളുടെ കാര്യത്തില് കുറച്ചുകൂടി ലീഡർഷിപ്പ് കാണിക്കുന്ന കുട്ടികൾ പോലും മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു ഇമേജ് കൊടുക്കും. സോ ഇങ്ങനെ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ചില ഇമേജസ് എന്തൊക്കെയാണ്, സ്ട്രെസ് വരാനുള്ള ഇമേജസ് എന്തൊക്കെയാണ്? ഒന്ന്, ഞാൻ പര്യാപ്തനല്ല, എനിക്ക് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലുണ്ടാക്കുമ്പോൾ. രണ്ടാമത്തത്, എനിക്ക് ആരും ഇല്ല, അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവരാരും ഇല്ല എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ. അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാലും മറ്റുള്ളവർ എന്നെ വിശ്വസിക്കില്ല, കാരണം ഓൾറെഡി എൻ്റെ ആ ട്രസ്റ്റ് പോയി കഴിഞ്ഞു. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് മതിയാവില്ല എന്നുള്ളൊരു തോന്നല്. അതുപോലെ തന്നെ നമ്മുടെ പുറത്തുള്ള ലോകം എന്ന് പറയുന്നത് പൊതുവെ അൺസേഫ് ആണ്, അവിടെ നമുക്ക് അത്ര സേഫ്റ്റി ഇല്ല. അതുകൊണ്ട് പലതരത്തിലുള്ള സിറ്റുവേഷൻസിനെ നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഫേസ് ചെയ്യാൻ നമ്മൾ പ്രിപ്പയർ ആവേണ്ടി വരും എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ. അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരൊക്കെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതും അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഒറ്റ ജീവിതമുള്ളൂ, ഈ ഒരൊറ്റ ജീവിതത്തിൽ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റണം, ഇതും സമ്മർദ്ദത്തിന് കാരണമാവാം. ഇങ്ങനെയുള്ള പല ഇമേജസും നമ്മൾ കൊണ്ടു നടക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഒരു ആൾട്ടേർഡ് കോൺഷ്യസ്നെസ് ഉണ്ടാവും, അല്ലെങ്കിൽ ആൾട്ടേർഡ് ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഈ ഒരു സിറ്റുവേഷൻ ആണ് നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള റെസ്പോൺസസ് ഉണ്ടാക്കുന്നതും. അതുകൊണ്ട് നമ്മൾ ആ ഓൾറെഡി ത്രെട്ട് എന്ന് നമ്മൾ ത്രെട്ട് എന്ന് പറഞ്ഞാൽ ഭീഷണി, അങ്ങനെയുള്ള ഒരു ഭീഷണിയായിട്ടുള്ള സിറ്റുവേഷനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ചിന്തിക്കാൻ തുടങ്ങുന്നതും ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. സോ മാക്സിമം കാര്യങ്ങളിലും ഒരു പോരായ്മയാണ് നമ്മുടെ മെന്റൽ ഇമേജിൽ ഉണ്ടാവുന്നത്, അതല്ലെങ്കിൽ ഞാൻ പോരാ എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ. സോ ഇങ്ങനെയൊക്കെ വരുമ്പോ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു കോമൺ ഫീലിംഗ് എന്താണ്? നമ്മളിപ്പോ ചെയ്യുന്ന ആക്ടിവിറ്റീസും നമ്മുടെ ബ്രെയിനും, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയും നമ്മുടെ ബ്രെയിനും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയ ഒക്കെ വന്ന സമയത്ത് ഞാൻ ഇതിനു മുമ്പ് ഏതൊരു സെഷനിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, സോഷ്യൽ മീഡിയ വഴി നമ്മൾ കൂടുതൽ അങ്ങനെ മറ്റുള്ളവരെ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് പോകുന്ന സമയത്ത് നമുക്ക് സ്ട്രെസ് ആക്ച്വലി കൂടുകയാണ് ചെയ്യുന്നത്. അത് കൂടാനുള്ള റീസൺ എന്താ? നമുക്ക് നമ്മുടെ ശരീരത്തിനോടുള്ള ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ എന്നുള്ളതെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോൺസെൻട്രേഷൻ റിലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റീവ് റിലേറ്റഡ് ആയിരിക്കാം. എനിവേ നമുക്ക് കൂടുതൽ പെർഫോം ചെയ്തേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പൊതുവെ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യും. എങ്ങനെ അഡാപ്റ്റ് ചെയ്യാം? പല രീതിയിൽ നമുക്ക് അഡാപ്റ്റ് ചെയ്യാം. അത് ഈ അഡാപ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ടൊന്ന് യോജിച്ച് പെരുമാറാൻ, അല്ലെങ്കിൽ അതിന്റെ ഒന്നിച്ച് ഒത്തുപോകാൻ തുടങ്ങും. ഇങ്ങനെ ഈ ഒത്തുപോകാൻ തുടങ്ങുന്ന രണ്ട് രീതിയിലാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്ന് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസസ് ആണ്. ഒന്നുകിൽ നമ്മൾ ആ ഭീഷണിയെ തുരത്താൻ ശ്രമിക്കും, അത് നമ്മൾ അതിനെ എതിരിട്ടിട്ട് തുരത്താൻ ശ്രമിക്കും. അതല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് ഓടിപ്പോകാൻ ശ്രമിക്കും. അപ്പൊ ഈ നമ്മൾ അതിനെ എതിരിടുകയാണ് ചെയ്യുന്നതെങ്കിലും, അല്ലെങ്കിൽ അവിടുന്ന് ഓടിപ്പോവാണ് ചെയ്യുന്നതെങ്കിലും, തീർച്ചയായിട്ടും നമുക്ക് എന്തുവേണം, നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ആവണം, നമ്മുടെ ബോഡി അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ആവണം. ഇത് രണ്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് നെക്സ്റ്റ്? നമ്മൾ അതുമായിട്ട് അഡാപ്റ്റ് ആവണം, അല്ലെ? ഇപ്പൊ പല കേസുകളിലും നമ്മുടെ ചില സ്ട്രെസ്, ഇപ്പൊ ജോലിയുടെ പറയാം, അല്ലെങ്കിൽ ഫാമിലി, നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ഫാമിലിയിലാണ് നമ്മൾ ചെന്നുപെട്ടിരിക്കുന്നത്. പുതുതായിട്ട് കല്യാണം കഴിച്ചു പോകുന്ന ഒരു പെൺകുട്ടി, ആ കുട്ടിയുടെ സംബന്ധിച്ച് ആ ചെക്കന്റെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതുവരെ ആ കുട്ടി കാണാത്ത ഒരു പുതിയ ലോകമാണ് അവിടെ ഉള്ളത്. ആ ലോകത്ത് ഒത്തുപോകാൻ വേണ്ടിയിട്ട്, അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കും. അവിടുന്ന് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഓടിപ്പോവുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഇല്ല, അതിനെ ഫൈറ്റ് ചെയ്യാനും പറ്റില്ല, അല്ലെ? അവിടെ കൂടുതൽ എന്ത് ചെയ്യേണ്ടി വരും? അവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ എൻഗേജ്മെന്റ് കുറച്ചായിട്ട് കുറയും. പുറത്ത് ഇതുവരെ ഉണ്ടായിരുന്ന എൻഗേജ്മെന്റുകളൊക്കെ മാറിയിട്ട് കുറച്ചായിട്ട് നമ്മളൊരു ഷട്ട് ഡൗൺ സ്റ്റേജിലേക്ക് പോകാം.
ഈ ഷട്ട് ഡൗൺ സ്റ്റേജിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ എങ്ങനെ വരണം? ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റിലേക്ക് എത്തിയിട്ട് പിന്നെ വേണം നോർമൽ സോഷ്യൽ എൻഗേജ്മെന്റിലേക്ക് വരാൻ. ഈ ഒരു ടോപ്പിക്ക് കുറച്ച് കട്ടി ആയിരിക്കാം, പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷട്ട് ഡൗൺ, ടോട്ടലി ഷട്ട് ഡൗൺ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നിന്ന് തിരിച്ച് അവര് സോഷ്യൽ എൻഗേജ്മെന്റിലേക്ക് തന്നെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ തുടങ്ങണമെങ്കിൽ ആ കുട്ടി അല്ലെങ്കിൽ അയാള് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസസ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലേക്ക് തിരിച്ചു വന്നാലേ അത് പോസിബിൾ ആവുള്ളൂ. ഇവിടെ ഈ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബിഹേവിയറൽ അഡാപ്റ്റേഷനും ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷനും സൈക്കോളജിക്കൽ അഡാപ്റ്റേഷനും മൂന്നും ഉണ്ട്. നമ്മൾ ബിഹേവിയറൽ അഡാപ്റ്റേഷൻ പെട്ടെന്ന് നമുക്ക് പല ആൾക്കാർക്കും പറയാം, ചിലപ്പോ ഇതുവരെ കള്ളുകുടിക്കാൻ തുടങ്ങാത്ത ആൾക്കാർ കള്ളുകുടിക്കാൻ തുടങ്ങാന്നുള്ളത്. അത് നെഗറ്റീവ് വേയില് അതിനെ കാണുന്ന ഒരു രീതിയാണ്. അതേസമയത്ത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടോ ബുക്ക് വായനയിലേക്ക് പോകുന്നതോ ഒക്കെ അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള അഡാപ്റ്റേഷൻ ആണ്. പുതിയതായിട്ട് ഇതൊരു പക്ഷേ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ. കാരണം ഞാൻ വീട്ടിൽ നിന്ന് എയർഫോഴ്സിലേക്ക് ആദ്യമായിട്ട് പോയ സമയത്ത് ടോട്ടലി ഇവിടുത്തെ ഫാമിലി ലൈഫ് നിന്ന് മാറിയിട്ട് പുതിയൊരു സിറ്റുവേഷനിലേക്ക് എത്തി. അവിടെ കുറെ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. 2 വർഷത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു. ഈ ട്രെയിനിങ് കഴിഞ്ഞിട്ട് പിന്നെ പുതിയൊരു സ്ഥലത്തേക്ക് എനിക്ക് ട്രാൻസ്ഫർ വന്ന സമയത്ത് ആ 2 വർഷം ഫാമിലി ആയിട്ട് ഒഴിവായതിനു ശേഷമുള്ള ഒത്തിരി ഫ്രണ്ട്സും അങ്ങനെയുള്ള ഒരു സർക്കിളായിരുന്നു. ആ സർക്കിളിൽ നിന്ന് മാറിയിട്ട് പുതിയൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ പോകുന്ന സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐദർ ഐ ക്യാൻ ബി, ഞാനൊരു നെഗറ്റീവ് വേയിൽ അതിനെ വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ അതിനെ പോസിറ്റീവ് വേയിൽ എങ്ങനെയെങ്കിലും അഡാപ്റ്റ് ചെയ്യാൻ നോക്കാം. അവിടെ ഞാൻ ബുക്ക് റീഡിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക്, പുസ്തക വായനയിലേക്കാണ് ഞാൻ കൂടുതലായിട്ട് പോയത്. അതുകൊണ്ട് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ എന്റെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനെ കുറച്ചുകൂടി പോസിറ്റീവ് ആയിട്ട് കാണാൻ പറ്റി. ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ബോഡി, നമ്മുടെ ബ്രെയിൻ, അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സൈക്കോളജിക്കൽ ഫിസിയോളജിക്കൽ ആസ്പെക്ട്സും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവണം. അങ്ങനെ ആവുമ്പോൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, പരിസ്ഥിതിയെ നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കും. ഓക്കെ, സ്ട്രെസ് നമ്മുടെ ഉള്ളിൽ എന്താ ചെയ്യുന്നത്? ഇതുവരെ പറഞ്ഞതൊക്കെ സ്ട്രെസ്സിനെ പറ്റിയിട്ടായിരുന്നു. സോ സ്ട്രെസ് എന്താണ് ബോഡിയുടെ ഉള്ളിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് 2 രീതിയിലാണ് വർക്കുള്ളത്. ഒന്ന് ഷോർട്ട് ടേം, ചെറിയ ഒരു പെട്ടെന്നുള്ള ആക്ടിവിറ്റി എന്തൊക്കെയാണ് ബോഡിയിൽ സംഭവിക്കുന്നത്? നമ്മുടെ ശ്വാസം പെട്ടെന്ന് ഫാസ്റ്റ് ആവും അല്ലെ, അതുപോലെ തന്നെ ഹേർട്ട് ബീറ്റ് കൂടും, നമ്മുടെ ഓൾറെഡി ബ്ലഡ് വെസൽസ് ഒക്കെ കുറച്ചുകൂടി ഡയലേറ്റ് ആവും, കൂടുതൽ ബ്ലഡ് പോകാൻ വേണ്ടിയിട്ട്, ന്യൂട്രിയൻസിനെ കൂടുതൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒക്കെ അത് കുറച്ചുകൂടി ഡയലേറ്റ് ആയി അതിന്റെ വ്യാപ്തം കൂടും. അങ്ങനെ കൂടുന്ന സമയത്തൊക്കെ അത് നമ്മുടെ ബോഡിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്കിന്നും അല്ലെങ്കിൽ മുടി ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും പിന്നെ അത്ര ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെയാണ് ഇപ്പോൾ വേണ്ടത്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ആണ് റെസ്പോൺസ് വരുന്നത്. ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിലേക്ക് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ അതിന് വേണ്ടത് മാത്രം ചെയ്തിട്ട് അപ്രധാനമായ അല്ലെങ്കിൽ സൗന്ദര്യവും അതുപോലെ തന്നെ ദഹനം ഇതുപോലെയുള്ള അപ്രധാനമായ കാര്യങ്ങളെ മാറ്റിവെച്ച്, ഈവൻ പുനരുൽപാദനം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഒക്കെ തൽക്കാലത്തേക്ക് ഷട്ട് ഡൗൺ ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മൾ ആ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിന് വേണ്ടിയിട്ട് റെഡിയാക്കും. ലോങ് ടേം റെസ്പോൺസ് നോക്കിക്കഴിഞ്ഞാല് അത് കുറെ കഥയുണ്ട്. സോ അതിലേക്ക് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വരാം. സോ ബോഡിയിൽ സ്ട്രെസ് എഫക്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ചില ഹോർമോണുകൾ വഴിയാണ്. നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിലും, എന്തൊക്കെ സിഗ്നലിംഗ് നടക്കുന്നുണ്ടെങ്കിലും അത് മാക്സിമം പലതരത്തിലുള്ള ഹോർമോണുകൾ വഴിയാണ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പോലും വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള ഒരു പാത്വേ, ഒരു വഴി ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഹോർമോണുകൾ വഴിയാണ്. സോ ഇങ്ങനെയുള്ള ഹോർമോണുകൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 എണ്ണം, ഒന്ന് അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ എന്ന് പറയും, രണ്ടാമത്തത് കോർട്ടിസോൾ. ഇങ്ങനെയുള്ള 2 പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് ഇവിടെ ഇത് ചെയ്യുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യും, കാർഡിയോ വാസ്കുലർ ഫംഗ്ഷനെ കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കും. അത് കുറെ കൂടുതലായിട്ട് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ ഡിസ്ഫങ്ഷൻ, ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാത്ത നിലയിലേക്ക് എത്തും. തൈറോയിഡ് നോർമലി വർക്ക് ചെയ്യണം, അതിനൊന്ന് ഫാസ്റ്റ് ആക്കും. അത് സ്ഥിരമായിട്ട് വരുമ്പോൾ ഡിസ്റെഗുലേഷൻ നടക്കും. ഗട്ട്, ദഹനമായിട്ട് ബന്ധപ്പെട്ടിട്ട്
തൽക്കാലത്തേക്ക് ഷട്ട് ഡൗൺ ചെയ്യും. പിന്നീട് എന്ത് സംഭവിക്കും? അസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസോ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ഗട്ടിലത്തെ മൈക്രോബയോം അല്ലെങ്കിൽ വയറിനകത്തുള്ള ഒരു ബാക്ടീരിയൽ കോളനിയെ ചിലപ്പോൾ അത് ഡിസ്റ്റർബ് ചെയ്യും. ഹോർമോണൽ ഇംബാലൻസസും ഇതിന്റെ ഒരു റിസൾട്ട് ആയിരിക്കാം. എങ്ങനെയെന്നുള്ളത് ജസ്റ്റ് ഞാൻ അതിലേക്ക് കൂടി പോവാം. ഇത് ഒരു പാറ്റേൺ. രണ്ടാമത്തെ ഒരു പാറ്റേൺ കൂടി വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കാര്യങ്ങളിലേക്ക്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ബുക്ക് റീഡിങ്, വായനയുടെ ഒരു കാര്യം പറഞ്ഞു. അതേ സമയത്ത് ചില മോശം കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാലോ. അപ്പൊ സ്മോക്കിംഗ്, ആൽക്കഹോൾ ഇതുപോലുള്ള കാര്യങ്ങൾ, ഈവൻ ചില ആൾക്കാർ കൂടുതൽ ഭക്ഷണം കഴിക്കും, ഫുഡ്. ഈ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതും അയാളെ സംബന്ധിച്ച് ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതുകൂടാതെ ചില ആൾക്കാർ ഫ്രീസ് മോഡ്സിലേക്ക് പോകും. ഫ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഷട്ട് ഡൗൺ ചെയ്തു. അയാളെ ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ അത് ഈവൻ ചിലപ്പോൾ എക്സസൈസ്, ഞാൻ ഇന്ന് എക്സസൈസ് ചെയ്യുന്നില്ല, എന്താ റീസൺ? രാവിലെ ഭാര്യയായിട്ട് വഴക്കുണ്ടായി. എന്ത് റീസൺ കൊണ്ടും വേണമെങ്കിൽ നമുക്ക് ഈ ഷട്ട് ഡൗണിലേക്കോ ഇമോഷണൽ ഔട്ട്ബേസ്റ്റിലേക്കോ പോവാം. ഇതുകൊണ്ടൊക്കെ ആദ്യം ആരാണ് എഫക്ട് ചെയ്യുന്നത്? ഇറ്റ്സ് യു. ആരാണോ ആ സ്ട്രെസ്സിനെ ആ ഒരു രീതിയിൽ, മോശം രീതിയിൽ കൈകാര്യം ചെയ്യുന്നത്, അയാൾക്കാണ് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നത്. മാനസിക സമ്മർദ്ദം നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിനെ വളരെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ടെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നുണ്ടാവും. എന്നാൽ അത് ശരീരത്തിനെ എങ്ങനെ ബാധിക്കുന്നു, എന്തുകൊണ്ടാണ് ബാധിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച മനസ്സിലാക്കാം.